ഹലോ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ചരിത്രം എന്ന ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഓപ്ഷൻ സി 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. ഓപ്ഷൻ ബി പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം. ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ചാന്നാർ ലഹള നടന്ന വർഷം 1859. കയ്യൂർ സമരം നടന്ന വർഷം 1941. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 to 1948. താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? സമത്വ സമാജം സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് നവോത്ഥാന നായകനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് സമത്വ സമാജം സ്ഥാപിച്ചു, കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനനം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. വൈകുണ്ഠസ്വാമികൾ ജനനം 1809 മാർച്ച് 12. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് 1836. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ് അഖില തിരുട്ട്, അരുൾനൂൽ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ അലക്സാണ്ടർ ഓം മാർത്താണ്ഡവർമ്മ. അലക്സാണ്ടർ ഓം മാർത്താണ്ഡവർമ്മ എന്നിവരാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ. കുറിച്യ കലാപം നടന്ന വർഷം 1812. മലബാർ കലാപം നടന്ന വർഷം 1921. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? ഓപ്ഷൻ സി ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കറാണ് തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. ആരൊക്കെയാണ്? ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ.
വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു. ജനനം 1856 ഓഗസ്റ്റ് 20. ജന്മസ്ഥലം ചെമ്പഴന്തി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. മരണം 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം, ശിവശതകം, ജാതിമീമാംസ. ഏതൊക്കെയാണ്? ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം, ശിവശതകം, ജാതിമീമാംസ. ഇതിൽ ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി. ഷൺമുഖദാസൻ സർവവിദ്യാധിരാജ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ, ഭാരതകേസരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. പുലയരാജ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അയ്യങ്കാളി. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത്. ചട്ടമ്പി സ്വാമികൾ. ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല, തിരുവനന്തപുരം. മരണം 1924 മെയ് 5. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ. അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളി. അയ്യങ്കാളിയാണ് അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അയ്യങ്കാളി. ജനനം 1863 ഓഗസ്റ്റ് 28. ജന്മസ്ഥലം വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. താഴ്ന്ന ജാതിയിലുള്ളവർക്കു വേണ്ടി രാത്രികാല വിദ്യാഭ്യാസം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് താഴ്ന്ന ജാതിയിലുള്ളവർക്കു വേണ്ടി രാത്രികാല വിദ്യാഭ്യാസം ആരംഭിച്ചത്. ബി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? ഓപ്ഷൻ എ നമ്പൂതിരി സമുദായം. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു ബി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് എടക്കുന്നി, തൃശൂർ ജില്ലയിലെ എടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സർവ്വസൈന്യാധിപൻ ഡിലനോയി. ഡിലനോയിയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സർവ്വസൈന്യാധിപൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഓപ്ഷൻ സി പഴശ്ശി കലാപം.
ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയും. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ ബി കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഓപ്ഷൻ സി 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത്. മന്നത്ത് പത്മനാഭൻ. ജനനം 1878 ജനുവരി 2. 2014 മുതൽ ജനുവരി 2 മന്നൻ ജയന്തിയായി ആചരിച്ചു വരുന്നു. മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം പെരുന്ന. കോട്ടയം ജില്ലയിലെ പെരുന്നയാണ് മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം. സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് 1924 നവംബർ 1. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സ്വതന്ത്രേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ക്ഷേത്രം അരുവിപ്പുറം ക്ഷേത്രം. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സ്വതന്ത്രേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത്. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച യോഗം വാവൂട്ടുയോഗം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഓപ്ഷൻ സി എ കെ ഗോപാലൻ. എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതാര്? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതാര്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത്.